ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വരവാണ്. ഇവിടെ അടുത്ത് തന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ശനിയാഴ്ച അവിടെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതുപോലെ രാവിലെ അവിടെ ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. മാവൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇടിയപ്പം ഇങ്ങനെ പീച്ചാൻ വലിയ പാടാണ്. ഇടത്തെ കൈ വെച്ച് നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചല്ലേ അത് പീച്ചെടുക്കുന്നത്. അപ്പോഴത്തേനും കൈക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 തട്ട് ഇടിയപ്പം ഉണ്ടാക്കി. ഇനി കുറച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ വാഴയില കീറിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇലയട വത്സൻ എന്നൊക്കെ പറയും. അത് നമ്മൾ ഓട്ടടയല്ല. ഓട്ടട ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്നതല്ലേ, അതാണ് ഓട്ടട. ഇത് വത്സെന്നും ഇലയടയെന്നും ഒക്കെയാണ് പറയുന്നത്. ഇങ്ങനെ വാഴയിലയിൽ നന്നായിട്ട് പരത്തിയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഇത്. അങ്ങനെ ഞാൻ 3-4 ഇലയടയും ഉണ്ടാക്കാമെന്ന് കരുതി. ബാക്കി മാവ് ഇരുന്നത് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ 4 മണിക്കും അത് കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇടിയപ്പവും പാലും ഒഴിച്ചാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ ഇടിയപ്പത്തിന് അങ്ങനെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേട്ടനാണെങ്കിലും പഞ്ചസാരയോ പഴമൊക്കെ മതി. പിന്നെ കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനൊരു ഇലയടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇലയട സാധാരണ 4 മണിക്കാണ് ഇവിടെ 4 മണി പലഹാരമായിട്ടാണ് കഴിക്കുന്നത്. രാവിലെ മധുരം കഴിക്കുന്ന അത്ര താല്പര്യമില്ല. പിന്നെ ചൂടോടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഒരെണ്ണം കഴിക്കുകയാണ്. സാധാരണ വൈകിട്ടാണ് ഇവിടെ ഇതുപോലത്തെ മധുരമുള്ള കുഴക്കട്ടയോ ഇലയടയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയാണ് അടുത്തത്. 2 ദിവസമായിട്ട് നല്ല തകർത്ത് മഴയായിരുന്നു. ഇന്ന് രാവിലെ അല്പം മഴ കുറവുണ്ടായിരുന്നു. പക്ഷേ ഒരു 11 മണിയോടുകൂടി നല്ല ശക്തിയായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ച് ചീര, മൈസൂർ ചീരയുടെ ഇല, അതേപോലെ വേറൊരു സൈസ് ചീര, അങ്ങനെ 2-3 ഇലകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. മഴയും കണ്ടുകൊണ്ട് ഞാനങ്ങനെ വരാന്തയിലിരുന്ന് ചീര അരിയുകയാണ്. ചീര നല്ല കുനുകുനാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് കടു വറുത്തിട്ടൊന്നുമല്ല ഞാൻ ഇടുന്നത്. തവ വെച്ച് ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വാരിയിട്ടു. ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടും. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇത് ചീരയില അങ്ങ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറഞ്ഞു പോകും, അന്നേരം നമുക്ക് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ഉപ്പ് അവസാനം ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇടുമ്പോൾ അല്പം കുറച്ചേ ഇടാവുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ, കാന്താരി മുളകോ പച്ചമുളകോ, പിന്നെ അല്പം വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതയ്ക്കുക. മഞ്ഞൾപ്പൊടി എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് മതി. മുളക് പൊടി അങ്ങനെ ഇടുന്ന പതിവില്ല കേട്ടോ. മുളക് പൊടി ഇട്ട് ചതയ്ക്കുക. മുളക് പൊടി ഇട്ട് ചതയ്ക്കും, പക്ഷേ ടേസ്റ്റ് കാന്താരി മുളകോ പച്ചമുളകോ ഒക്കെ ഇട്ട് ചതയ്ക്കുന്നതാണ്. അങ്ങനെ തേങ്ങ ചതച്ചിട്ടു. അതിനുശേഷം അത് ചെറുതായിട്ട് തോത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇലക്കറികളൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കണം. അപ്പോൾ രാത്രിയിലേക്ക് വേണമെങ്കിലും കുറച്ച് അരിഞ്ഞതും കുറച്ച് തേങ്ങ ചതച്ചതും മാറ്റി വെച്ചിട്ട് രാത്രിയിൽ ഉണ്ടാക്കുന്നത് നല്ലത്. പിന്നീട് നെത്തോലി ഉണ്ടായിരുന്നു, നെത്തോലി തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ പൊന്നിയരിയാണ് വെച്ചത്. ചുമന്ന അരിയുടെ ചോറ് കുറച്ച് ദിവസം വെക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പൊന്നിയരി വെക്കും. പൊന്നിയരി, നെത്തോലി തോരൻ, ചീരത്തോരൻ, അത് കഴിഞ്ഞ് രസം. ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ കറികൾ. ഇത് ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ചേനയും ചേമ്പും കൂടെ അരിഞ്ഞതാണ്. പക്ഷേ മെഴുക്കുവരട്ടി വെച്ചാൽ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാനതങ്ങ് വറുത്തെടുത്തു. നന്നായിട്ട് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തതാണിത്. വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാണ്. നാളെ ഷഷ്ടി വ്രതം ആയതുകൊണ്ട് എനിക്ക് മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ ഷഷ്ടി വ്രതം എന്ന് വെച്ചാൽ മാസം തോറുമുള്ള ഷഷ്ടി. അതുകൊണ്ട് ചേന വറുത്തതും ചീരത്തോരനും ചോറും കൂടിയാണ് കഴിക്കുന്നത്. ചീരത്തോരനൊക്കെ നമ്മളിങ്ങനെ
പച്ച ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പച്ച ചോറിനകത്ത് ഇതുപോലത്തെ ഇലത്തോരനൊക്കെ ഇട്ട് ഇളക്കി കഴിച്ച് നോക്കണം ചൂടോടെ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചക്കാലത്തെ ഊണ്. പിന്നെ ഈ ചേനയും ചേമ്പുമൊക്കെ നമ്മൾ ഓണത്തിൻ്റെ ടൈമിലൊക്കെ മിക്കവാറും പണ്ടൊക്കെ എല്ലാ വീട്ടിലും വറുക്കുമായിരുന്നു. ഇപ്പം ഈ ബേക്കറി സാധനങ്ങളുടെ ഇത് വന്നതിന് ശേഷം ആരും അങ്ങനെ വറുക്കുന്ന പതിവില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചേമ്പോ ചേനയൊക്കെ ഇതുപോലെ വറുത്തെടുക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ബേക്കറി മറ്റേ സാധാരണ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും ഇതിപ്പോൾ അങ്ങനെ വറുത്തെടുക്കുന്നത് കാണുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഊണ് ഇതൊക്കെയായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. ഇതൊക്കെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും ആഹാരമൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.